roller skating, skateboarding, or cycling. The next station is Mall of the Emirates. ഹലോ ഗൈസ്, എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ട് ഇരിക്കുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇന്നുണ്ടല്ലോ, ഇന്നത്തെ വീഡിയോയ്ക്ക് നല്ല സ്പെഷ്യൽ ഉണ്ട്. ഇന്ന് ഞാൻ ഒറ്റയ്ക്കാണ് ഗൈസ് വന്നേക്കുന്നത്. ഞാൻ നല്ല ഫ്രീ ആയിട്ട് വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചേക്കാണ്. ഇന്ന് ഞാൻ വന്നേക്കുന്ന പ്ലേസ് എന്ന് പറയണത് നമ്മുടെ ദുബായിലെ ജുമേറയിലുള്ള സൂഖ് മദീനത്ത് എന്ന് പറഞ്ഞ പ്ലേസിലേക്കാണ് കേട്ടോ. ഈ പ്ലേസിലേക്ക് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ വന്നത്. അപ്പം ഞാൻ ബസ്സൊക്കെ എടുത്ത് ഈ പ്ലേസിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. വന്നപ്പോൾ തന്നെ ഞാൻ ആകെ ഞെട്ടിപ്പോയി ഗൈസ്. ഫുൾ തിരക്കും തിക്കും ബഹളവും ട്രാഫിക്കും ഒക്കെ നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റോഡ് ടേസ്റ്റിന്റെ വീഡിയോ എന്ന് പറയുന്നത് ഇവിടുത്തെ വിശേഷങ്ങളാണ്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു റോഡ് ടേസ്റ്റ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് പറയാം. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങളിലേക്ക് പോവാം. അതുണ്ടല്ലോ, ഞാൻ ഇവിടെ വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. ഓക്കെ, ഇതാണ് നമ്മുടെ പ്ലേസ്. ഇതുണ്ടല്ലോ, ഇവിടെ ഒരു മോളാണ് കേട്ടോ. അടിപൊളിയായിട്ട് ഈ സൂഖ് മദീനത്ത് എന്ന് പറയണതുണ്ടല്ലോ, ഈ ഒരു എന്താ പറയുക, ട്രഡീഷണൽ അറബ് ക്ലോത്തിങ്, അതുപോലെ തന്നെയുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള എല്ലാ ഐറ്റംസും കൊണ്ട് അവർ ഒരു മിനി സിറ്റി തന്നെയാണ് കേട്ടോ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അതാണ് ഈ സൂഖ് മദീനത്തിൻ്റെ സ്പെഷ്യാലിറ്റി. പെർഫ്യൂം ഷോപ്പുകൾ, പിന്നെ കാർപ്പറ്റിൻ്റെ ഷോപ്പുകൾ, അതായത് പേർഷ്യൻ കാർപ്പറ്റ്സ് ആണ് കേട്ടോ അവിടെ മെയിനായിട്ട്. നമുക്ക് പേർഷ്യൻ കാർപ്പറ്റ്സ് ആണ് അവിടെ ഒരു കൂടുതൽ ഇവിടെ സെല്ല് ചെയ്യണത്. അപ്പോൾ ബേസിക്കലി ഈ പ്ലേസ് എന്ന് പറയാനായിട്ട് നമ്മുടെ ദുബായിലെ ട്രഡീഷണൽ ആയിട്ടുള്ള എന്താ പറയുക ഇൻഫ്രാസ്ട്രക്ചേഴ്സും, അതുപോലെ തന്നെ ട്രഡീഷണൽ ക്ലോത്തിങ്, അവരുടെ സ്റ്റാച്യൂസ്, ദുബായ് സോവറിൻസ്, പേർഷ്യൻ കാർപ്പറ്റ്സ്, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ എക്സിബിറ്റ് ചെയ്യുന്ന ഒരു മിനി സിറ്റിയാണ് ഇത് കേട്ടോ. അതുപോലെ തന്നെ ആൻറ്റിക് സംഭവങ്ങളുണ്ടതാ. ആൻറ്റിക് എന്ന് പറയല, അപ്പോഴത്തേനും വന്നു. ചായ കുടിക്കുന്ന സാധനം, ഈ എമറാട്ടീസ് ചായ കുടിക്കുന്ന സാധനം, നമ്മുടെ അലാവുദ്ദീൻ്റെ വിലക്ക് കിട്ടോ. പിന്നെ അത് മാത്രമല്ല കേട്ടോ, ഇവിടുത്തെ പണ്ടത്തെ ജ്വല്ലറീസും കിട്ടും. അതിൻ്റെ ട്രഡീഷണൽ ജ്വല്ലറീസും കിട്ടും. ഈ ഇൻഫ്രാസ്ട്രക്ചറാണ് കേട്ടോ അടിപൊളി. അപ്പം നമ്മൾ ബേസിക്കലി കാണുന്ന പോലെ, അതായത് ഇപ്പം ദുബൈബ, അതുപോലെ തന്നെ അൽസീഫ്, അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കായും ഒരു മാറിയിട്ടാണ് കേട്ടോ ഈ പ്ലേസ് ഇരിക്കുന്നത്. എനിക്ക് ഇതിൻ്റെ ഈ മച്ചാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. എന്ത് രസം കാണാനായിട്ടല്ലേ. ഞാനിങ്ങനെ നടന്നു വന്നപ്പോഴാണ് ശ്രദ്ധിച്ച് ഒട്ടകത്തിൻ്റെ ഒരു സ്റ്റാച്ചു വെച്ചേക്കുന്നത്. ദേ ഈ ലൈറ്റ്, ഇത് നിങ്ങൾക്ക് അറിയാലോ. നിങ്ങൾ ഇപ്പം എൻ്റെ വീഡിയോസിൽ എന്നെ കണ്ട് നിങ്ങൾക്ക് പരിചയമായിട്ടുണ്ടോ ഇവിടുത്തെ ട്രഡീഷണൽ ആയിട്ട്. എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ നിൽക്കേണ്ട ആവശ്യം. നമ്മളിപ്പോൾ എത്ര സ്ഥലത്തുള്ള വീഡിയോസിലാണ് നമ്മുടെ ഈ ലൈറ്റ് വന്നത്. ഇതുപോലത്തെ ട്രഡീഷണൽ ഡ്രസ്സുകളൊക്കെ ഉണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ അൽസീഫ്, ഗുബൈബ, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ സെയിം അതുപോലൊക്കെ തന്നെയാണ്. പക്ഷെ എന്നാലും അതിനൊക്കെയൊക്കെ ഒരു വെറൈറ്റി ഉണ്ട് ഇവിടെ. ഈ ഇതിൻ്റെ ഉള്ളിൽ കയറി ഇങ്ങനെ ഒരു ചെറിയൊരു സിറ്റി തന്നെയാണ് കേട്ടോ അവർ ഉണ്ടാക്കിയെടുത്തേക്കുന്നത്. മദീനത്ത് ചെറിയ ചെറിയ സൂക്കുകളാണ്. നിങ്ങൾ നോക്ക്, എത്ര സ്റ്റാച്യൂസോ. സ്റ്റാച്യൂസ് എന്ന് പറഞ്ഞാൽ ചെറിയ നോക്കിയ സിംഹത്തിനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഇതൊക്കെ വാങ്ങിച്ചു വെക്കുന്നവരുണ്ടാവില്ലേ, അറബികളുടെ വീട്ടിലൊക്കെ ഇതുണ്ടാവും കേട്ടോ.
അറബികളുടെ വീട്ടിൽ നിന്ന് മാത്രമല്ല, ഇപ്പം എനിക്ക് തോന്നുന്നു നമ്മൾ മീൻസ് ഇന്ത്യയിലെ ഡെക്കറേഷന് വേണ്ടിയിട്ട് എല്ലാവരും ഇതുപോലത്തെ ഉള്ള കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട് അല്ലേ. പൂത്തിൻ്റെ തല ഇങ്ങനെ ഒന്ന് നോക്കുമ്പോഴാണ് വേറൊരു കാര്യം ശ്രദ്ധിച്ചത്. ഇത് നോക്ക്, എനിക്കിപ്പോൾ ഈ കുതിരേനെ കാണുമ്പോൾ കുതിര എൻ്റെ ക്യാമറയ്ക്ക് പോസ് ചെയ്യുന്ന പോലെ. ഇങ്ങനെ അങ്ങോട്ടും ഇവിടെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഫുള്ള് ചെറിയ ചെറിയ ഗല്ലീസ് പോലെയാണ് കേട്ടോ. നോക്കി, നമുക്ക് കാശ്മീർ കോട്ടേജ് ആർട്സ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെറിയ ചെറിയ സെക്ഷൻസ് എല്ലാം ഉണ്ട്. നമുക്ക് ഇവിടേക്കൊന്ന് പോവാം. അവിടെ ഭയങ്കര ലൈറ്റ് എന്താ നോക്കട്ടെ ഗൈസ്. ബേസിക്കലി ഇവിടെ പറയാനായിട്ട് ഇതുപോലെ തന്നെ കുറേ ജ്വൽസും പെട്ടെന്ന് നോക്കാൻ നേരത്തെ ഞാൻ ധാരടപ്പാ അവിടെ നിൽക്കുന്നേന്ന് പെട്ടെന്ന് ഞാൻ വിചാരിച്ചു, പേടിച്ചു പോയി ഞാൻ. പെട്ടെന്ന് ഒരാൾ നിൽക്കുന്ന പോലെ തോന്നില്ലേ ഗൈസ് ഇത്. ഗൈസ് ഇത് ഇതിൻ്റെ ഒരു മെയിൻ എന്താ പറയുക സെൻറ്റർ ആണ് കേട്ടോ. അതായത് ഇപ്പം നമുക്ക് ഇവിടെ ഇവിടെ നിന്നാണ് ഓരോ സ്ഥലത്തേക്ക് ഓരോ ഗള്ളികളായിട്ട് തിരിയണത്. ഇവിടെ ഒരു ഇൻഫർമേഷൻ ഡെസ്ക് ഉണ്ട്, അതിലൊരു ലേഡി ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ആവശ്യമുള്ള സംഭവങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അവരത് പറഞ്ഞു തരും. ഇവിടുത്തെ എന്താ മെയിനായിട്ട് ടൂറിസ്റ്റുകളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ ഒരു ദമക്, ഇവിടുത്തെ ഒരു വലിയൊരു റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടിയാണ്. അവരുടെ ഒരു പുതിയൊരു കമ്മിങ് പ്രൊജക്റ്റിൻ്റെ ഒരു 3D മോഡലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ വേറൊരു കാര്യം ശ്രദ്ധിച്ച് നോക്കുക, ഇത് കണ്ടോ, ദുബായ് ക്യാൻ എന്ന് പറഞ്ഞിട്ട്. ഇവിടെ നമുക്ക് വാട്ടർ നിറയ്ക്കാൻ പറ്റും ഫ്രീ ആയിട്ട് കേട്ടോ. ലെസ് പ്ലാസ്റ്റിക് മോർ വാട്ടർ, റീഫിൽ ഹിയർ. അപ്പോൾ ഗൈസ് ഇതാണ് ഇതിൻ്റെ മെയിൻ എൻട്രൻസ്. ഇത് ശരിക്കും പറയുകയാണെങ്കിലുണ്ടല്ലോ, ഈ ഇതിൻ്റെ സൈഡിലുള്ള ഈ പില്ലേഴ്സും അതുപോലെ തന്നെ മുകളിലേക്കുള്ള ആ എന്തായാലും പറയാം മച്ചിൻ്റെ അവിടെ അവർ ഉണ്ടാക്കി വെച്ചേക്കണല്ലോ. മച്ചിൻ്റെ അവിടെ അവർ ഉണ്ടാക്കി വെച്ചേക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വുഡാണ് കേട്ടോ. ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് തന്നെ ഉണ്ടല്ലോ ഓരോ സാധനങ്ങൾക്ക് നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. എനിക്ക് നല്ല എക്സ്പെൻസീവായിട്ട് തോന്നി. ഈ കാണുന്ന നമ്മുടെ ഈ ക്യാമലിൻ്റെ ഒരു ഇതിന് 395 ദിർഹംസ്, 395 ഉണ്ട്. എത്ര ഷോപ്പ് കണ്ടാലും ഉണ്ടല്ലോ ഈ ലൈറ്റുകളുടെ ഷോപ്പ് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക രസം, അറിയാതെ തന്നെ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഇങ്ങനെ കയറിപ്പോവും. ഓ ഗൈസ്, ഒരു സാധനം നോക്കിയാൽ ഞാൻ ഇതിന്റെ മുകളിലേക്ക് ഇപ്പോഴും കാണും. എന്ത് രസമല്ലേ. എല്ലാവരും പറയണ കേൾക്കാട്ടോ, അതായത് ദുബായിലേക്ക് ലൈഫിലെ ഒരു ടൈമെങ്കിലും പോകണം, വൺസ് ഇൻ എ ലൈഫ് ടൈം എങ്കിലും ദുബായ് വിസിറ്റ് ചെയ്യണം എന്നുള്ളത്. അവർ ഈ ടൂറിസത്തിന് എത്രമാത്രം ഇമ്പോർട്ടൻസാണ് കൊടുത്തതെന്നുള്ളത്. ചെറിയ ഐറ്റംസ് പോലും അവരിങ്ങനെ ഒരാളെ അട്രാക്റ്റ് ചെയ്യിക്കുക എന്നുള്ള രീതിയിലാണ് അവർ ചെയ്യിപ്പിച്ച് വെച്ചേക്കുന്നത്. ഈ ഒരു സ്ഥലത്തേക്ക് നോക്കുമ്പോൾ പ്രത്യേക രസമല്ലേ. ഇതിൻ്റെ മുകളിൽ കണ്ടോ നോക്കിയാൽ ബാമ്പുവിൻ്റെ ഒരു സാധനം സ്റ്റിക്ക് വെച്ചിട്ടോ അത് റൂഫ് ചെയ്ത, റൂഫ് എന്നല്ല ഒരു സീലിംഗ് പോലെ സംഭവം ചെയ്തിട്ടുണ്ട്. ഇത് ഫുള്ള് ഇങ്ങനെ ക്ലോത്ത്സുകളാണ് കേട്ടോ, അതായത് അറബിക് ട്രഡീഷണൽ ക്ലോത്ത്സുകളാണ്. ഇങ്ങനെയുള്ള ഐറ്റംസും അതുപോലെ തന്നെ ഈ പ്ലേസും ഇത്രയും ബ്യൂട്ടിഫുൾ ആക്കുന്നത് ഇതുപോലത്തെ വാം ലൈറ്റ് കൊടുത്തുകൊണ്ടാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. കാരണം ഓൾറെഡി എന്താ പറയുക, ഈ വാൾസ് ഒക്കെ ഉണ്ടല്ലോ ഈ ഒരു കളറാണ്, ഒരു ബിസ്ക്കറ്റ് കളർ ഉണ്ടല്ലോ, ആ ഒരു ടൈപ്പ് കളറാണ്. പിന്നെ ഇങ്ങനെ റഫായിട്ടുള്ള സർഫേസാണ് കേട്ടോ ഈ വാളൊക്കെ. പിന്നെ അപ്പോൾ ആ കളറിനോട് കൂടി ഇതുപോലത്തെ വാം ലൈറ്റ് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക അട്രാക്ഷൻ. ഞാനിവിടെ വന്നപ്പോൾ തന്നെ ഓരോ ഗ്രൂപ്പ് ടൂറിസ്റ്റുകൾ വന്നിട്ടുണ്ട് കേട്ടോ, ഡിഫറെൻറ്റ് പ്ലേസിൽ നിന്ന്. എനിക്ക് തോന്നുന്നു ഞാൻ ഏറ്റവും കൂടുതൽ ഡിഫറെൻറ്റ് നാഷണാലിറ്റീസ് കണ്ടേക്കുന്നത് ഈ സ്ഥലത്താന്ന് തോന്നുന്നുണ്ട്. വേറെ സ്ഥലത്ത് ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷെ എന്നാലും ലൈക്ക് ഗ്രൂപ്പായിട്ട് ഒത്തിരി ചൈനീസ് പീപ്പിൾ വന്നിട്ടുണ്ട്.
അകലേന്ന് കാണുമ്പോൾ എന്ത് എന്ത് ബ്യൂട്ടിഫുൾ അല്ലേ. എന്താ പറയുക, പണ്ടത്തെ അതായത് അവരുടെ ആ ട്രഡീഷണൽ ഫീലിംഗ് ഫുള്ള് നമുക്ക് ഇവിടുന്ന് കിട്ടും കേട്ടോ. മുകളിൽ തൂക്കിയിട്ടേക്കുന്ന ലൈറ്റ്സിൻ്റെ ഒക്കെ ഒരു ഇത് നോക്കി, വലുപ്പം നോക്കി, ഈ ചാൻലിയർ പോലത്തെ സാധനം. ആളെനിക്ക് നാച്ചുറൽ ഹണി ട്രൈ ചെയ്യാൻ വന്നിട്ടുണ്ട്. താങ്ക് യു. യമനിലെ ഓർഗാനിക് ഹണിയാണ്. താങ്ക് യു. നമുക്ക് ദുബായിൽ എവിടെ ചെന്നാലും നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന സംഭവമാണ് കേട്ടോ ഇതേ ഇങ്ങനെ സാധനം. അത് ഇവിടുത്തെ പെർഫ്യൂംസിൻ്റെ സാമ്പിൾസാണ് അവർ തന്നെ കേട്ടോ. ഞാനാണെങ്കിൽ ഇവിടെ ഉണ്ടല്ലോ വേസ്റ്റ് ബാസ്ക്കറ്റ് തപ്പുക ഈ ഹണിയുടെ സ്പൂൺ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇതുപോലത്തെ സാധനങ്ങൾ കുറേ സ്ഥലത്ത് കാണുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ ബേസ്കിൻ. നിങ്ങൾ നോക്കിക്കേ, മീൻസ് ഇത് എനിക്ക് രസമല്ലേ കാണാനായിട്ട്. ഇതെന്താ നമ്മൾ ചാക്ക് വെച്ചേക്കാണ്. അത് മരം പോലത്തെ സാധനം ഇങ്ങനെ കെട്ടിയിട്ട് ഇത് ചാക്ക് വെച്ചേക്കാണ് കേട്ടോ. വാവ്, ഇതവരിങ്ങനെ ഒരു മാപ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ സൂഖ് മദീനത്തിൻ്റെ. പിന്നെ എന്തൊക്കെയാണ് ഇവിടെ ഉള്ളതെന്നുള്ള ഡീറ്റെയിൽസ് അവരോട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ എക്സ്പോ പോലെ തന്നെ ഇവിടെയും സ്കാൻ ചെയ്യാൻ പറ്റും. QR കോഡൊക്കെ ഉണ്ട്. ഇത് ഈ കാണുന്നുണ്ടല്ലോ, ഇതാണ് കേട്ടോ ബുർജ് അൽ അറബ്. നമ്മുടെ വേൾഡിലെ ഏറ്റവും ടോളസ്റ്റ് ഹോട്ടലാണ് കേട്ടോ, അതും 7 സ്റ്റാർ ഹോട്ടൽ. ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താ വെച്ചാൽ നമ്മുടെ ഈ ഹോട്ടലിൻ്റെ ഷേപ്പ് തന്നെ കണ്ട ഒരു സെയിലിൻ്റെ ഷേപ്പാണ്. ഇവിടെയാണ് കേട്ടോ മറ്റേ ഗോൾഡൻ ചായയും കോഫിയും ഒക്കെ കിട്ടുന്നത് തന്നെ. ഗൈസ് ഇത് കണ്ടോ, ഒരു എന്താ പറയുക റെസ്റ്റോറൻ്റാണ് കേട്ടോ അത്. പിന്നെ ഇത് ഇങ്ങനെ കാണാൻ നല്ല രസമല്ലേ. ശരിക്കൊരു ഈ പറഞ്ഞ പോലെ വേറൊരു ഫീൽ, വെനീസ് ഒക്കെ ഒരു ഫീൽ വരുന്നില്ലേ. ദുബായിലെ വെനീസാണ് ഗൈസ് ഇത്. ഇത് നോക്ക്, അടിപൊളിയല്ലേ, എന്ത് രസാ കാണാൻ. ഒരു ഫീല് വേറെ തന്നെയല്ലേ. എനിക്ക് ഈ വെള്ളത്തിന്റെ കളറ് നിങ്ങൾ കണ്ടോ, ബ്ലൂ കളറ്, ബ്ലൂവോ ഗ്രീനോ, എനിക്ക് ഇപ്പൊ ഗ്രീൻ ആയിട്ട് തോന്നുന്നത്, പക്ഷെ ഞാൻ അകലേന്ന് നോക്കുമ്പോ എനിക്ക് ബ്ലൂ കളറായിട്ടോ തോന്നിയത്. ബിൽഡിംഗ് ഒക്കെ സെയിം കളറാണ്, എല്ലാം ഒരു ബിസ്ക്കറ്റ് ടൈപ്പ്, അല്ലെങ്കിൽ ട്രഡീഷണൽ ടൈപ്പ് ബിൽഡിങ്, ഹോട്ടൽസ് ആയാലും. ഓക്കെ, ഇത് മൊത്തം ഓരോ ക്വിസൈൻസ് ആണ്. പ്ലേസിലെത്തിയ ശരിക്കും പറയുകയാണെങ്കിലുണ്ടല്ലോ, ശരിക്കും മാപ്പ് വേണം ഇവിടെ എവിടേക്ക് പോകണം എന്നൊക്കെ അറിയാനായിട്ട്. ശരിക്കും കൺഫ്യൂഷനാവും. അതിങ്ങൾ ഈ പ്ലേസ് നോക്കിയാലേ എന്ത് രസം കാണാനായിട്ട്. ശരിക്കും എന്താ പറയാ, ഒരു വേറൊരു ഫീല് തന്നെയല്ലേ. ഇവിടെ ചില പ്ലേസുകളിലൊക്കെ നമുക്ക് അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് കയറി ചെല്ലാൻ പറ്റില്ല. ഇതെല്ലാം ഉണ്ടാക്കി എടുത്തേക്കാണ് ഗൈസ്, ഇതെല്ലാം മാൻമെയ്ഡ് ആണ്. Your legs don't work like they used to before, and I can't sweep you off of your feet. Will your mouth still remember the taste of my love? Will your eyes still smile from their cheeks? Darling, kiss me under the light of 1,000 stars. Place your hand on my beating heart. I'm thinking how
Honey, we found the love right where we're. സോ ഗൈസ്, ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ഞാൻ ഇപ്പോൾ ഇവിടെ അടുത്ത് തന്നെയാണ് മോൾ ഓഫ് എമിറേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു മോൾ ഉള്ളത് കേട്ടോ. ഒരു അടിപൊളി മോളാണ് കേട്ടോ. ഒരു വലിയ മോളാണ്. നിങ്ങൾ നോക്കിയേ, ഇതിൻ്റെ ടോപ്പ് നോക്കിയേ, ഒരു വലിയ ഡാമ്പ് പോലത്തെ ഒരു സ്ട്രക്ചറാണ് കേട്ടോ. പിന്നെ ഇവിടുത്തെ മോളുകളൊക്കെ ഭയങ്കര സൂപ്പർ മോളുകളാണ്. പിന്നെ ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് വെള്ളം കുടിക്കാൻ ദാഹിക്കുന്നു. അപ്പോൾ ഞാനിപ്പോൾ മോൾ ഓഫ് എമിറേറ്റ്സിൻ്റെ അവിടെ വന്നിട്ടുണ്ടല്ലോ. ഞാനതിൽ ഇവിടെ കാർഫൂർ ഉണ്ട്, ഒരു സൂപ്പർ മാർക്കറ്റാണ്. നമ്മൾ ലുലു ഒക്കെ പോലത്തെ ഒരു സൂപ്പർ മാർക്കറ്റാണ് കാർഫൂർ. അപ്പോൾ ഞാൻ അവിടെ കയറി എന്തെങ്കിലും കുടിക്കാൻ വാങ്ങാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അവിടേക്ക് പോകണം ഗൈസ്. ഇതാണ് കേട്ടോ കാർഫൂർ. ഒരു വലിയ സൂപ്പർ മാർക്കറ്റാട്ടോ. എല്ലാ മാളിലും ഉണ്ടാവും ഈ കാർഫൂർ എന്ന് പറഞ്ഞിട്ട് ഉള്ള സൂപ്പർ മാർക്കറ്റ്. കണ്ടോ, ഇവിടെ നിങ്ങൾക്ക് എന്തൊക്കെ വേണം എല്ലാം കിട്ടും, എല്ലാ സാധനങ്ങളും കിട്ടും. നമുക്ക് ജ്യൂസിൻ്റെ സെക്ഷനിലേക്ക് വന്നോട്ടെ. ഞാൻ ഇവിടെ നിന്ന് ഒരു ഡ്രിങ്ക് എടുക്കാൻ പോവാണ്. എനിക്കിപ്പോൾ ഇതിൽ ഏതാ വേണ്ടത്? ശരിക്കും വേണമെങ്കിൽ ഞാനൊരു റെഡ് ഗ്രേപ്പിൻ്റെ ജ്യൂസ് എടുക്കാൻ പോവാണ് കേട്ടോ. ഞാൻ ഇപ്പോൾ ഒരു സാധനം വാങ്ങിയ കഴിക്കാനും കുടിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ബില്ലടിക്കാൻ പോകണേ. ബില്ലടിക്കാൻ പോകുന്ന സമയത്ത് നിങ്ങൾ നോക്കിക്കേ, രണ്ട് സൈഡും ചോക്ലേറ്റും അതുപോലെ തന്നെ ഈ ചൂയിങ്കം പോലെ ഐറ്റംസ് ആട്ടോ. നിങ്ങൾ കണ്ടോ? ഒബ്വിയസ്ലി ഇങ്ങനെയുള്ള സമയങ്ങളിൽ പോകുമ്പോൾ നമ്മുടെ പിള്ളേരാണേലും നമ്മളാണെങ്കിലും സൈഡിൽ നിന്ന് ഓരോ സാധനങ്ങൾ എടുക്കും. ഇതൊക്കെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. അപ്പോൾ ഗൈസ്, ഞാനല്ലോ ഇവിടെ മോളിൽ വന്ന് എനിക്ക് കുടിക്കാനുള്ളൊരു ഡ്രിങ്കും ഞാൻ കഴിക്കാനുള്ളൊരു സാൻഡ്വിച്ച് വാങ്ങിച്ചു. ഇവിടെ ഉണ്ടല്ലോ സീറ്റ് കിട്ടാൻ വേണ്ടി ഞാൻ തപ്പി നടന്ന് ഒരു 3 റൗണ്ട് ഞാൻ അടിച്ചു. അത്രയും തിരക്കാണ് കേട്ടോ. എനിക്ക് കാർഫൂറിന് ഇത് വാങ്ങിച്ചപ്പോൾ എനിക്ക് ബില്ല് കിട്ടിയേ. ബില്ലിൻ്റെ ബാക്കിൽ നോക്കിയാൽ കുറച്ച് ഓഫേഴ്സ് ഉള്ള സംഭവമുണ്ട്. ബേസിക്കലി ആദ്യം ഇത് ശ്രദ്ധിച്ചിരുന്നില്ല. അപ്പോൾ എന്താ പറയുക, കിട്ടണ വഴിക്ക് ഇത് ചുരുട്ടിക്കൂട്ടി കളയാറാണ് പതിവ്. പക്ഷേ ഒരിടയ്ക്ക് എൻ്റെ ബ്രദർ ഇങ്ങനെ പറഞ്ഞു തന്നു ഇങ്ങനെ ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ ചിക്കിങ്ങിൽ ഓഫറുണ്ട്, ടെക്സാസിൽ പിന്നെ ബെൻഡീസിലൊക്കെ ഓഫറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് ഇതൊക്കെ ഒന്ന് കഴിക്കട്ടെ. അപ്പോൾ ഗൈസ്, നമ്മുടെ വീഡിയോ ഭയങ്കര ചെയ്യണം കേട്ടോ. ഇത്രേ ഉള്ളൂ. ഞാൻ ഇതൊക്കെ കഴിച്ചിട്ട് ഞാൻ വീട്ടിൽ പോകും. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യാം, കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോസിൽ കാണാം. ബൈ.